ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യോബിൻ്റെ പുസ്തകം 28:28. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം വിട്ടകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യരോട് അരുളി ചെയ്തു. ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. ഇയ്യോബിന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ പ്രതിസന്ധിയിൽ തൻ്റെ സ്വത്തുക്കളും മക്കളും തനിക്ക് നഷ്ടപ്പെടുന്നു. കൂടാതെ തൻ്റെ ശരീരം ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. തൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുവാൻ ഇയ്യോബിന് ജ്ഞാനം ആവശ്യമായിരുന്നു. ജ്ഞാനത്തിനായുള്ള തൻ്റെ അന്വേഷണത്തെ ആഴത്തിൽ തീവ്രമാക്കുവാൻ തൻ്റെ കഷ്ടത തന്നെ സഹായിച്ചു. 12-ാം വാക്യത്തിൽ, എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും, വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ എന്ന് യോബ് ചോദിക്കുന്നു. ജ്ഞാനത്തിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അത് തങ്ങളിൽ ഇല്ല എന്ന് ആഴിയും സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്തു വാങ്ങുവാൻ കഴിയുന്നതല്ലത്. ജ്ഞാനത്തിന്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നതും ആകാശത്തിലെ പക്ഷികൾക്ക് ഉക്തമായിരിക്കുന്നതുമാണ് ജ്ഞാനം. ജ്ഞാനം എവിടെ നിന്ന് വരുന്നു, വിവേകത്തിന് ഉത്ഭവസ്ഥാനം എവിടെയെന്നുള്ള ചോദ്യങ്ങൾക്ക് ദൈവം ജ്ഞാനത്തിന്റെ വഴി അറിയുന്നു. അതിന് ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട് എന്നാണ് ഉത്തരം. ശലോമോൻ സദൃശവാക്യങ്ങൾ എഴുതിയപ്പോൾ ജ്ഞാനം കണ്ടെത്തുന്ന വിഷയത്തെ പരാമർശിക്കുന്നു. ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായിക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ ഉള്ളിൽ സംഗ്രഹിക്കുകയും ചെയ്യണം. ഖനിയിൽ മറഞ്ഞിരിക്കുന്ന വെള്ളി തിരയുന്നത് പോലെയോ മറഞ്ഞിരിക്കുന്ന ഒരു നിധി മനുഷ്യൻ തേടുന്നത് പോലെയോ ജ്ഞാനത്തെ അന്വേഷിക്കണമെന്ന് ശലോമോൻ തൻ്റെ മകനോട് ആവശ്യപ്പെടുന്നു. യോബിന്റെ പുസ്തകത്തിൽ തൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള നീണ്ട വാദപ്രതിവാദം നടക്കുന്നു. എങ്കിലും തൻ്റെ ജീവിതം ദോഷം വിട്ടകന്നുള്ളതായിരുന്നു. നിഷ്കളങ്കത യോബ് ഉപേക്ഷിച്ചില്ല. കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനം. ദൈവിക ജ്ഞാനം കണ്ടെത്തുന്നത് ദൈവഭയത്തിലൂടെയും ദോഷം വിട്ടകന്ന് ജീവിക്കുന്നതിലൂടെയുമാണ്. കർത്താവിനെ ഭയപ്പെടുക, ബഹുമാനിക്കുക, വിശ്വസിക്കുക, അതാണ് അർത്ഥവത്തായ ജ്ഞാനം. ദുഷ്ടത വിട്ടകന്ന് ജ്ഞാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കും. God bless us.